നമസ്കാരം പ്രേക്ഷകരെ, ദീപിക പദുകോണും പ്രഭാസും തമ്മിൽ അടിയാണോ? ഈ ചോദ്യം വളരെ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്ത് പ്രഭാസ് നായകനാകുന്ന സ്പിരിറ്റ് എന്ന സിനിമയിൽ ആദ്യം നിശ്ചയിച്ചിരുന്നത് ദീപിക പദുകോണിനെയായിരുന്നു. എന്നാൽ ദീപിക തൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള പല ആവശ്യങ്ങളും ഈ സംവിധായകർക്ക് മേൽ വെച്ചു. ഇത്ര മണിക്കൂറേ താൻ അഭിനയിക്കുകയുള്ളൂ, ഇത്ര സമയത്തിന് ശേഷം താൻ അഭിനയിക്കില്ല, തനിക്ക് ഇത്രയും വലിയ തുക വേണം പ്രതിഫലമായി എന്നൊക്കെ പറഞ്ഞപ്പോൾ സന്ദീപ് റെഡ്ഡി വാങ്ക പറഞ്ഞു, ദയവ് ചെയ്ത് താങ്കൾക്ക് ഈ പ്രോജക്റ്റിൽ നിന്ന് പുറത്തു പോകാൻ എനിക്ക് തന്നെ വേണ്ട എന്നത്. എന്നിട്ട് സന്ദീപ് റെഡ്ഡി വാങ്ക തന്നെ തൃപ്തി ദിംറി എന്ന അനിമൽ എന്ന ചിത്രത്തിൽ താൻ തന്നെ കൊണ്ടുവന്ന ആ നായികയെ പിടിച്ച് സ്പിരിറ്റുള്ള നായികയാക്കി. അത് നമുക്ക് മുന്നിലുള്ള കഥയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കൽക്കി 2898 AD എന്ന 2 വർഷം മുന്നത്തെ ഏറ്റവും ബ്രഹ്മാണ്ഡമായ ചിത്രത്തിന്റെ 2ാം ഭാഗത്തിൽ നിന്നും ദീപിക പദുകോണിനെ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളത് നിർമ്മാതാവായ വൈജയന്തി മൂവീസ് പറയുകയാണ്. ദീപിക പദുകോൺ 2ാം ഭാഗത്തിൽ ഏറ്റവും സുപ്രധാനമായ കഥാപാത്രം ചെയ്യേണ്ടിയിരുന്ന താരമാണെന്നും കൂടി ഓർക്കുക. അങ്ങനെ 2ാം ഭാഗത്തിൽ ദീപിക ഉണ്ടാകുന്നില്ലെങ്കിൽ എത്രമാത്രം നെഗോഷിയേഷൻസ് ആ സിനിമയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കണം. ഇപ്പോൾ സ്പിരിറ്റ് പോലൊരു സന്ദീപ് റെഡ്ഡി വാങ്കയുടെ സിനിമയ്ക്ക് 2ാം ഭാഗമോ 3ാം ഭാഗമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് അത് ബാധിക്കുന്ന കാര്യമില്ല. പക്ഷെ കൽക്കി 2898 AD പോലൊരു സിനിമ ദീപിക ഉണ്ടാക്കിയിരിക്കുന്നത് ഇമ്പാക്റ്റ് ആ സിനിമയ്ക്ക് 2ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ദീപിക അല്ലാതെ മറ്റാരെയും കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ പോലും വൈജയന്തി മൂവീസ് എന്ന പ്രമുഖ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനി ദീപികയെ പുറത്താക്കണമെങ്കിൽ അതിന് കാര്യം എന്തായിരിക്കും? എന്തായാലും വൈജയന്തി മൂവീസ് ട്വിറ്ററിലിട്ടൊരു പോസ്റ്റ് ഞാൻ വായിക്കാം. This is to officially announce that Deepika Padukone will not be a part of the upcoming sequel of Kalki 2898 AD. After careful consideration, we have decided to part ways. Despite the long journey of making the first film, we were unable to find a partnership, and a film like Kalki 2898 AD deserves that commitment and much more. We wish her the best with her future works എന്ന് പറയുന്നു. 2 പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഈ നിർമ്മാണ കമ്പനി ദീപികയ്ക്ക് നേരെ ഉയർത്തുന്നുണ്ട്. നമ്പർ 1, ഞങ്ങൾക്കും ദീപികയ്ക്കും തമ്മിൽ ഒരു പാർട്ട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നമ്പർ 1 പോയിന്റ്. നമ്പർ 2, ഇതുപോലൊരു സിനിമയ്ക്ക് കമ്മിറ്റ്മെന്റ് അത്യാവശ്യമാണ്, പ്രതിബദ്ധത അത്യാവശ്യമാണ്. ഈ സിനിമയ്ക്ക് ഒരു താരം നൽകേണ്ട മിനിമം പ്രതിബദ്ധതയുണ്ട്. അത് നൽകാൻ ദീപിക പദുകോണിന് കഴിയുന്നില്ല എന്നുള്ള ഈ നിർമ്മാണ കമ്പനിയുടെ വാചകം ചെറുതായി തള്ളിക്കളയരുത്. അത്രയും വലിയൊരു ഗ്രാൻഡ് സ്കെയിൽ പ്രോജക്റ്റാണ് ഈ സിനിമ. ദീപിക എന്തൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് വൈജയന്തി നെറ്റ്വർക്കിനോട് പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യത്തിലൊന്നും നമുക്ക് വ്യക്തതയില്ല. പക്ഷേ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇവർ പറയണമെങ്കിൽ ഒന്നുകിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദീപികയ്ക്ക് തെലുങ്ക് സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അവർക്ക് അവരുടേതായ രീതിയിൽ മാത്രമേ അവർ അഭിനയിക്കുകയുള്ളൂ. കാരണം സ്പിരിറ്റ് ഒരു തെലുങ്ക് സിനിമയാണ്, ഈ കൽക്കി 2898 AD സെക്കൻഡ് പാർട്ടും ഒരു തെലുങ്ക് സിനിമയാണ്. അത് ഡബ് ചെയ്യാൻ പോകുന്ന മറ്റു ഭാഷകളാണെങ്കിൽ പോലും അത് ഷൂട്ട് ചെയ്യുന്നത് തെലുങ്കിലാണല്ലോ. 2, പ്രഭാസുമായിട്ടുള്ള റിഫ്റ്റ്. സ്പിരിറ്റ് എന്ന സിനിമയിലും പ്രഭാസാണ് നായകൻ, ദീപിക പുറത്താവുന്നു. കൽക്കി 2898 AD ദീപികയുടെ മകനായിട്ടാണ് പ്രഭാസ് വരുന്നത്. അവിടെ 2ാം ഭാഗത്തിലേക്ക് വരുമ്പോഴേക്കും ദീപിക പുറത്താകണമെങ്കിൽ വാട്ട് ഈസ് ദ പോയിന്റ്? എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വലിയ ചർച്ചയായിട്ട് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി തന്നെ ദീപികയുടെ ബാക്കോട്ട് വലിക്കുന്നു. ദീപികയ്ക്ക് ഇതൊരു വലിയ തിരിച്ചടിയായി മാറുന്നുണ്ടോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. കാരണം പല സിനിമകളിൽ നിന്നും ഇതുപോലെ ദീപികയുടെ കണ്ടീഷൻസ് ആയിട്ട് മാത്രം, കാരണം ദീപിക ഇപ്പോൾ ഒരു അമ്മയും കൂടിയാണ്, തൻ്റെ കൊച്ചിനെ നോക്കണം എന്നുള്ള കാര്യം കൊണ്ടാണ് ദീപിക ഇത് പറയുന്നതെന്ന് മനസ്സിലാവുന്നത്. പക്ഷേ അതൊരു നടി എന്ന രീതിയിൽ എത്രമാത്രം ദീപികയെ തിരിച്ചടിയായിട്ട് മാറുന്നു എന്നുള്ള കാര്യത്തിനും കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ സിനിമാ മേഖലയിൽ ഇതുപോലെ പല ടേംസ് ആൻഡ് കണ്ടീഷൻസും വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കാം സിനിമയുടെ പ്രൊഡക്ഷൻ എന്നത് സംബന്ധിച്ചും ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്.